നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലേഖത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മധ്യവേനൽ അവധിക്കാലമാണല്ലേ. ചെറിയ ചെറിയ യാത്രകൾ എല്ലാവർക്കും പോകാൻ ഇഷ്ടമുള്ള കാലം. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തേക്ക് യാത്ര പോകാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എങ്കിൽ നമുക്ക് കായംകുളം വരെ ഒന്ന് പോയി വരാം. അവിടെ കൃഷ്ണപുരം കൊട്ടാരമുണ്ട്. ഇന്നലകളിലേക്ക് ഒരു യാത്ര. ഗജേന്ദ്രമോക്ഷം വളരെ പ്രശസ്തമായ ചുമർചിത്രമാണ്. വളരെ വിസ്താരമുള്ള വലിയ പുരാതനമായൊരു ചുമർചിത്രം. ഇങ്ങനെ നിരവധി പ്രത്യേകതകളുള്ള കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. നമുക്ക് ആ കൊട്ടാരത്തിലെ കാഴ്ചകളും ചരിത്രത്തിൻ്റെ വസ്തുതകളും ഒന്ന് കണ്ടുവരാം. കേരളത്തിൻ്റെ ഇന്നലകളിലേക്ക് ചരിത്രത്തിൻ്റെ കൈയും പിടിച്ചൊരു സഞ്ചാരം. കൃഷ്ണപുരം കൊട്ടാരത്തിൻ്റെ മുറ്റത്തും ഇടനാഴിയിലും ഉദ്യാനത്തിലും തേവാരപ്പുരയിലും ചരിത്രം നടന്നുപോയ കാലടിപ്പാടുകൾ കാണാം. പതിനെട്ടാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഇന്ന് കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരത്തെ മാറ്റിയത്. കൃഷ്ണപുരം കൊട്ടാരം കായംകുളത്താണെങ്കിലും ഇത് പണികഴിപ്പിച്ചത് കായംകുളം രാജാവല്ലായിരുന്നു. കായംകുളവും തിരുവിതാംകൂറും തമ്മിലുള്ള യുദ്ധത്തെ തുടർന്ന് കായംകുളം രാജാവിൻ്റെ ഇവിടെയുണ്ടായിരുന്ന കൊട്ടാരം മാർത്താണ്ഡവർമ്മ പൊളിച്ചു കളയുകയും പിന്നീട് കേരള ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടം പോലെ ഒരു കൊട്ടാരം പണിയുകയും ചെയ്തു. അതാണ് ഇന്നീ കാണുന്ന കൃഷ്ണപുരം കൊട്ടാരം. പണ്ട് ഓടനാട് എന്നായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത്. കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായൊരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട്. കൃഷ്ണപുരത്ത് ആദ്യം കൊട്ടാരം നിർമ്മിച്ചത് കായംകുളം രാജാവായിരുന്ന വീര രവിവർമ്മനായിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന മാർത്താണ്ഡവർമ്മ 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ നടത്തിയ പടയോട്ടത്തിൽ കായംകുളം രാജാവ് ആദ്യഘട്ടത്തിൽ ശക്തമായ പ്രതിരോധം തീർത്തിരുന്നു. അന്നുകാലത്ത് കായംകുളം രാജാവിനോട് ഏതാണ്ട് 12 വർഷക്കാലത്തോളം യുദ്ധം ചെയ്തിട്ടാണ് കായംകുളത്തെ പിടിച്ചടക്കിയത്. അതിനുശേഷം ഇവിടുത്തെ കൊട്ടാരം നശിപ്പിച്ചതിന് ശേഷം, കുളം കുത്തിയതിന് ശേഷം ആ കൊട്ടാരത്തിന് പകരമായിട്ട് പണിത കൊട്ടാരമാണിത്. അപ്പം പൊതുജനങ്ങളിൽ നിന്ന് വളരെ നല്ല രാജാവായിരുന്നു കായംകുളം രാജാവ്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളിൽ നിന്നും മാർത്താണ്ഡവർമ്മയ്ക്ക് ഒത്തിരി എതിർപ്പുകൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുറമേ നിന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള രീതിയിലാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ വാതിലുകളും ചെറുതല്ല. ചില വാതിലുകൾ വളരെയേറെ വലിപ്പമുള്ളതാണ്. എന്നാൽ ചില വാതിലുകൾ വളരെയേറെ ചെറുതുമായിട്ട് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളീയ ശൈലിയിലൊന്ന് കുനിഞ്ഞൊക്കെ കയറുക എന്നുള്ള രീതിയുണ്ട്. അതുകൂടാതെ പെട്ടെന്നുള്ള ആക്രമണങ്ങളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ജനലുകൾ മുഴുവൻ അടയ്ക്കുകയാണെങ്കിൽ നമുക്ക് പുറത്ത് സംഭവിക്കുന്ന എന്താണെന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ പുറത്ത് നിൽക്കുന്ന ആളിന് അകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. മാർത്താണ്ഡവർമ്മയുടെ നീക്കങ്ങൾ പിന്നീട് കൊല്ലം എന്നറിയപ്പെട്ട ദേശിംഗനാടിനെ കേന്ദ്രീകരിച്ചായിരുന്നു. അന്ന് ദേശിംഗനാട്ടിലെ രാജാവിനെ കായംകുളം രാജാവ് വീര രവിവർമ്മൻ സഹായിച്ചു. അതിനുശേഷം മാർത്താണ്ഡവർമ്മ കായംകുളം രാജാവിനോട് യുദ്ധം ചെയ്തു തുടങ്ങിയെങ്കിലും കരുത്തുറ്റ സൈനിക സംവിധാനമുള്ള വീര രവിവർമ്മനെ ആദ്യഘട്ടത്തിൽ തോൽപ്പിക്കാൻ മാർത്താണ്ഡവർമ്മയ്ക്ക് കഴിഞ്ഞില്ല. ഇരുവശത്തും മൂർച്ചയുള്ള കായംകുളം വാൾ അന്ന് ശത്രുക്കളുടെ പേടിസ്വപ്നമായിരുന്നു. യുദ്ധതന്ത്രങ്ങൾ മുറുകി. പല പുതിയ തന്ത്രങ്ങളും പുറത്തു വന്നു. അതോടെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പിൽ കായംകുളം രാജാവിന് കീഴടങ്ങേണ്ടി വന്നു. അക്കാലത്തെ പ്രശസ്തമായ കായംകുളം വാൾ കൃഷ്ണപുരം കൊട്ടാരത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് ഇരുതല മൂർച്ചയുള്ള വാളായിട്ടാണ് കരുതുന്നത്. ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയുമ്പോൾ 2 സൈഡിൽ നിന്നും നമുക്ക് വെട്ടാനായിട്ട് ഉപയോഗിക്കും. സാധാരണ നമ്മൾ കത്തിക്ക് ഒരു സൈഡേ മൂർച്ച ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതിന് 2 സൈഡും മൂർച്ചയുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. വീരരവിവർമ്മയെ പരാജയപ്പെടുത്തിയതോടെ കായംകുളം രാജാക്കന്മാരുടെ കോട്ടകൊത്തളങ്ങൾ മാർത്താണ്ഡവർമ്മ ഇടിച്ചു നിരത്തി. 1729-നും 1758-നും ഇടയിലുള്ള കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ കൃഷ്ണപുരം കൊട്ടാരം ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുത്തു. പണ്ടുകാലത്ത് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുന്നതിനുള്ള ഡാൻസിങ് ഹോള്, ചെറിയ രീതിയിലുള്ള കഥകളിയോ അല്ലെങ്കിൽ മോഹിനിയാട്ടോ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിക്കുന്ന ഡാൻസിങ് ഹോള് ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ സഭ കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. കൃഷ്ണപുരത്തിലെ കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനടുത്തുള്ള കൊട്ടാരം ഗേബിൾ മേൽക്കൂര, ഇടുങ്ങി ഇടനാഴി, ഡോമർ ജനലുകൾ എന്നിവ ഉപയോഗിച്ച് കേരളീയ നിർമ്മാണ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 നടുമുറ്റങ്ങളാണ് കൊട്ടാരത്തിന് പ്രധാനമായിട്ടുള്ളത്. പണ്ട് കാലത്ത് 8 കെട്ടായിട്ട് പണി തുടങ്ങി പിന്നീട് 16 കെട്ടാക്കിയ കൊട്ടാരമാണ്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾക്ക് 16 കെട്ടുകളിലൊക്കെ കാണുന്നത് പോലെ ഒരേ ഷേപ്പിലുള്ള നടുമുറ്റങ്ങളൊന്നും ഇവിടെ കാണാൻ സാധിക്കത്തില്ല. കൃഷ്ണപുരം കൊട്ടാരം കായംകുളം രാജാവിൻ്റെ ആസ്ഥാനമായിരുന്ന കാലത്ത് തന്നെ ഇവിടെ സ്ത്രീകളെ പാർപ്പിച്ചിരുന്നില്ല. കുറച്ച് അകലെയുണ്ടായിരുന്ന എരുവ കൊട്ടാരത്തിലാണ് കൊട്ടാരം വനിതകൾ പാർത്തിരുന്നത്. ഭരണരഹസ്യങ്ങൾ ചോരാതിരിക്കാനായിരുന്നു ഇത്തരം ഒരു സംവിധാനം. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഒരു ഇടത്താവളമായി പിന്നീട് കൃഷ്ണപുരം കൊട്ടാരം മാറി. കൊട്ടാരത്തിൻ്റെ മുഖം മാറിയെങ്കിലും കായംകുളം രാജാവിൻ്റെ
സ്ത്രീ പ്രവേശന വിലക്ക് മാർത്താണ്ഡവർമ്മയും തുടർന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ സ്ത്രീകളാരും കൃഷ്ണപുരം കൊട്ടാരത്തിൽ അന്ന് എത്തിയില്ല. കേരളീയ വാസ്തുശില്പിയിൽ പണികഴിപ്പിച്ചിരിക്കുന്ന ഈ കൊട്ടാരം 16 കെട്ടായാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരുവിതാംകൂറിലെ പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ ചെറു പതിപ്പായാണ് ഇതിൻ്റെ നിർമ്മാണം. കുളപ്പുരമാളികയിൽ നമ്മളിപ്പോൾ പണ്ട് കാലത്ത് രാജാവ് എണ്ണ തേച്ച് വിശ്രമിച്ചിരുന്ന സ്ഥലമാണ് കുളപ്പുരമാളിക. പക്ഷെ ഇപ്പം നമ്മൾ വളരെ അട്രാക്ഷനായിട്ട് വെച്ചിട്ടുള്ളത് കുളപ്പുരമാളികയിൽ വളരെയധികം വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട്. ശാസ്താവിൻ്റെ വിഗ്രഹം, അതുപോലെ തന്നെ ശങ്കരനാരായണമൂർത്തിയുടെ വിഗ്രഹം, കാലഭൈരവൻ്റെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ചുറ്റുമതിൽ കടന്ന് ഉള്ളിലേക്കെത്തിയാൽ മനോഹരമായൊരു പൂന്തോട്ടം കാണാം. പടിപ്പുരയും വിശാലമായ മുറ്റവും കടന്ന് കൊട്ടാരത്തിൻ്റെ പ്രധാന വാതിലിലൂടെ ചരിത്രമുറങ്ങുന്ന കൊട്ടാരക്കെട്ടിലേക്ക് പ്രവേശിക്കാം. ഉദ്യാനത്തിൻ്റെ തെക്കേ അറ്റത്ത് കരുനാഗപ്പള്ളിക്ക് സമീപമുള്ള ബുദ്ധക്കുളം എന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച ബുദ്ധൻ്റെ ഒരൊറ്റക്കൽ പ്രതിമയുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഈ വിഗ്രഹത്തിൻ്റെ പേര് പള്ളിക്കൽ പുത്രച്ചൻ എന്നാണ്. ഈ വിഗ്രഹം പണ്ട് കാലത്ത് കരുനാഗപ്പള്ളിയിൽ ആളുകളിങ്ങനെ അലക്കുകല്ലായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്. പിന്നീട് അത് കണ്ടെടുക്കുകയും ആദ്യകാലങ്ങളിൽ അവിടെ വച്ച് തന്നെ ആരാധിക്കുകയും ചെയ്തു. പിന്നീട് അത് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് അത് ഇവിടേക്ക് കൊണ്ടുവന്ന് ഇവിടെ നമ്മളൊരു സ്ഥാനം കൊടുത്ത് വെക്കുകയാണ് ഉണ്ടായത്. പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷണയിലാണ് ഇന്ന് കൊട്ടാരം. വിലമതിക്കാനാവാത്ത പുരാവസ്തുക്കളുടെ ഒരു അപൂർവ സഞ്ചയം തന്നെ ഇവിടുത്തെ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് പണ്ട് കാലത്ത് നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ആളുകളെ അടക്കം ചെയ്തത് എന്ന് കാണിക്കുന്ന, മരിച്ചതിന് ശേഷം അടക്കം ചെയ്ത് കാണിക്കുന്ന ഒരു ഗാലറി ഉണ്ട്. ആ ഗ്യാലറിയിലെന്ന് പറയുമ്പോൾ നന്നങ്ങാടികൾ വെച്ചിട്ടുണ്ട്, കുടക്കല്ലിൻ്റെയും തൊപ്പിക്കല്ലിൻ്റെയും ഒക്കെ മോഡലുകളൊക്കെ വെച്ചിട്ടുണ്ട്. ഒട്ടനവധി സവിശേഷതകളുള്ളതാണ് കൃഷ്ണപുരം കൊട്ടാരം. ഗജേന്ദ്രമോക്ഷം ചുമർചിത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള കാഴ്ചവസ്തുക്കളിലൊന്ന്. മഹാഭാരതത്തിലെ അഷ്ടമസ്കന്ധം കഥയാണ് ഇതിൻ്റെ ഇതിവൃത്തം. ചുവർചിത്രത്തിന് 154 ചതുരശ്ര അടി വിസ്തീർണമുണ്ട്. പഴയ രീതിയിൽ പച്ചിലച്ചാറ്, പഴച്ചാറ്, മഞ്ഞൾപ്പൊടി, ചുണ്ണാമ്പ്, ഇഷ്ടികപ്പൊടി, പനച്ചക്കയുടെ പശ, കള്ളിമുള്ളിൻ്റെ നീര് എന്നിവയാണ് വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1750-നും 1753-നും ഇടയിലാണ് ഈ ചിത്രം രചിക്കപ്പെട്ടത്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ചുവർച്ചിത്രങ്ങളിലൊന്നാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ ചുവർച്ചിത്രങ്ങളിലൊന്നും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നാച്ചുറൽ പെയിൻറ്റിങ്ങിൽ ചെയ്തിരിക്കുന്ന ചുവർച്ചിത്രമാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. പണ്ട് കാലത്ത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് കുളി കഴിഞ്ഞു വന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി വരപ്പിച്ച ചിത്രമാണെന്നാണ് കരുതപ്പെടുന്നത്. കുളത്തിനോട് ചേർന്നാണ് ചിത്രം വരച്ചിരിക്കുന്നത്. അപ്പം വിഷ്ണു പുരാണത്തിൽ പറയുന്ന ഗജേന്ദ്രമോക്ഷം എന്ന് പറഞ്ഞ കഥയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ചിത്രം വരച്ചിരിക്കുന്നത്. 1959 തന്നെ പുരാവസ്തു വകുപ്പ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച കൊട്ടാരത്തിൻ്റെ മുകൾത്തട്ടിലെ ഹാളുകളിൽ വിശാലമായ നാണയശേഖരവും പുരാതന ചിത്രങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. താഴത്തെ മുറികളിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുരാവസ്തുക്കളും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്തെ മഞ്ചൽ, പല്ലക്ക് തുടങ്ങിയ വസ്തുക്കളും പ്രദർശിപ്പിച്ചിരിക്കുന്നു. തേക്കിലും ആഞ്ഞിലിയിലും കടഞ്ഞെടുത്ത കൊത്തുപണികളാൽ സമ്പന്നമാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലെ 22 മുറികളും. പുറംകാഴ്ചകൾ കാണാനായി നിർമ്മിച്ച കിളിവാതിലുകൾ ഇവിടുത്തെ ആകർഷണങ്ങളാണ്. ഇവിടെ ഈ സൈഡിലൊക്കെ കാണുന്ന കിളിവാതിലുകളാണ്. അന്ന് കാലത്ത് ഇപ്പോഴും വരുന്ന ആളുകൾക്ക് കൂടുതൽ അട്രാക്റ്റീവായിട്ട് ആളുകൾ ചോദിച്ച് ഇത് കിളിവാതിൽ എന്താണെന്ന് ചോദിച്ച് വരുന്ന ആളുകളുണ്ട്. അങ്ങനെ നമുക്കിവിടെ കാണാൻ സാധിക്കും കിളിവാതിലുകൾ. പിന്നെ ഇവിടെ ഒരു നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് കാലത്ത് തട്ടുപടി എന്ന് പറഞ്ഞൊരു സാധനം വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഈ 3 പീസായിട്ട് മാറ്റാവുന്ന ഒരുതരം ബെഞ്ച് പോലെ ഉപയോഗിച്ചിരുന്ന ഒരു ഫർണിച്ചറാണ്. മുകളിലത്തെ നിലയിലുള്ള കിടപ്പുമുറിയോട് ചേർന്നുള്ള ശുചിമുറി പ്രത്യേകതയുള്ള ഒന്നാണ്. അറ്റാച്ച്ഡ് ബാത്റൂമുകൾ ഇല്ലാതിരുന്ന കാലത്ത് ഡച്ച് സൗഹൃദമാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഈ നിർമ്മിതിക്ക് കാരണം. കക്കൂസ് മെയിനായിട്ടുള്ളൊരു അട്രാക്ഷനാണ്. ആളുകൾക്ക് ചിരി ഉണ്ടാക്കുന്ന സംഗതിയാണെങ്കിലും അത് നമുക്ക് കേരളത്തിലെ ആദ്യകാല കക്കൂസുകളിലൊന്നായിട്ട് കരുതാം. ഏറ്റവും പഴക്കമുള്ള കക്കൂസ് എന്ന് പറഞ്ഞാൽ പത്മനാഭപുരം പാലസിലാണുള്ളത്. ഇത് ഏകദേശം ആ ഒരു കാലങ്ങളോടൊക്കെ അടുപ്പിച്ച് പണിതിട്ടുള്ളതാണ്. ഡച്ച് മോഡലിൽ അന്ന് കാലത്ത് പണിതിട്ടുള്ളതാണ്. അന്ന് കാലത്ത് രാജാവിൻ്റെ റൂമിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കക്കൂസാണ് ഈ കൊട്ടാരത്തിലുള്ളത്. അത് മൂളുവശത്താണ്. അത് നമുക്ക് അന്ന് കാലത്ത് ഡച്ച് മോഡലിൽ ചെയ്തിട്ടുള്ളതാണ്. അത് നമുക്ക് കാണാൻ പറ്റും. നന്നങ്ങാടികൾ, ആയുധങ്ങൾ, കല്ലിലും ലോഹത്തിലുമുള്ള പീരങ്കിയുണ്ടകൾ, കൈവിലങ്ങുകൾ, പഴയകാല അളവ് ഉപകരണങ്ങൾ, ആദ്യകാല വിനിമയ മാർഗമായിരുന്ന കവിടികൾ എന്നിവ വിശേഷപ്പെട്ട ചരിത്ര സ്മാരകങ്ങളാണ്.
കേരളത്തിലെ ഏറ്റവും പഴയ കോയിനായ രാശിയുണ്ട്. അതുപോലെ ഇന്ത്യയുടെ ഏറ്റവും പഴയ കോയിനായ പഞ്ച് മാർക്കഡ് കോയിൻസ് അന്ന് കാലത്ത് അശോക ചക്രവർത്തിയൊക്കെ ഇഷ്യൂ ചെയ്ത കോയിനാണ്. അപ്പോൾ അത്രയും വർഷം പഴക്കമുള്ളതാണ്. ക്രിസ്തു വർഷത്തിന് മുമ്പേ ഉള്ള കോയിൻസാണ്. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. റോമൻ കോയിൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ തിരുവിതാംകൂറിൻ്റെയും കൊച്ചിയുടെയും അതുപോലെ തന്നെ മലബാറിൻ്റെയും ഒക്കെ അന്ന് കാലത്ത് യൂസ് ചെയ്തിരുന്ന കോയിൻസ് വെച്ചിട്ടുണ്ട്. പിന്നെ ലക്ഷ്മി വരാഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കോയിനുണ്ട്. ഇവിടുത്തെ ഏറ്റവും വില കൂടിയ കോയിൻ അതാണ്. വെയ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും സ്വർണവും വെള്ളിയൊക്കെ തൂക്കുന്നതിന് വേണ്ടിയുള്ള വെയ്റ്റ് സിസ്റ്റം. തോല ഉപയോഗിച്ചാണ് പണ്ട് കാലത്ത് സ്വർണവും വെള്ളിയൊക്കെ തൂക്കിയിരുന്നത്. അപ്പോൾ ഒരു തോല എന്ന് പറയുമ്പോൾ 11.66 ഗ്രാമൊക്കെ വരും. പിന്നെ ആദ്യകാലങ്ങളിൽ കവടിയായിരുന്നു പണത്തിന് പകരമായിട്ട് നമ്മുടെ കേരളത്തിൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇക്കണോമിക്സ് ഒക്കെ പഠിക്കുന്നവർക്ക് അതൊരു പുതിയ അറിവായിരിക്കും. കവടിയായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വിനിമയ മാധ്യമം എന്നുള്ളത്. അത് വെളിച്ചം തരുന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടുള്ളത്. രാജാ കേശവദാസൻ്റെ പരിച 1886 കൽക്കട്ടയിൽ അച്ചടിച്ച സംസ്കൃത ബൈബിൾ തുടങ്ങി ഒട്ടേറെ പുരാവസ്തുക്കൾ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. പരിച വെച്ചിട്ടുണ്ട്. രാജാ കേശവദാസിൻ്റെ പരിചയമാണ്. രാജാ കേശവദാസ് ട്രാവൻകൂറിൻ്റെ ദിവാനായിരുന്നു. ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കളക്ഷൻസിലൊന്നാണ്. അത് കാണ്ടാമൃഗത്തിൻ്റെ തോലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ. കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം കണ്ടിറങ്ങുമ്പോൾ പോയ കാലത്തേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്തിയ അനുഭവം ബാക്കിയാവുന്നു.